നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബിൽഡിംഗ് സസ്റ്റൈനബിൾ സ്മാർട്ട് സൊസൈറ്റീസ്. ഓക്കെ, അപ്പം മോഡറേറ്റർ എന്ന നിലയ്ക്ക് എൻ്റെ ജോലി വളരെ എളുപ്പമാണ്. ഞാനിങ്ങനെ വരുന്ന വഴിക്ക് എന്നോട് മെയിൻ സ്പീക്കറായിട്ടിരിക്കാനാണ് പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞാണ് മനസ്സിലായത് പരീക്ഷയെ തോക്കുമെന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഞാൻ അരുണിൻ്റെ കാല് പിടിച്ചോളൂ, ഞാൻ മോഡറേറ്റർ ആവാമെന്ന്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള 1-2 സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ നിരത്തിയിട്ട് വിച്ച് വിൽ ഗീവ് എ കോണ്ടെക്സ്റ്റ് ഫോർ വാട്ട് വി ആർ ടോക്കിംഗ്, എന്നിട്ട് ഈ എമിനന്റ് പാനൽസിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. അതായത് സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരാരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ. ഒരു 60 മിനിറ്റ്സ് സ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ഒരു വേൾഡ് ഫേമസ് കൺസൾട്ടിങ് കമ്പനി പ്രൊവൈഡ് ചെയ്തൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഒരു മിനിറ്റിൽ ഏകദേശം 3.8 കോടി വാട്സപ്പ് മെസ്സേജുകളാണ് ലോകത്ത് നടക്കുന്നത്. ഓക്കെ, അതായത് ഒരു സെക്കൻഡിൽ ഇങ്ങനെ ഒന്ന് അടിക്കുമ്പോൾ ഏതാണ്ട് 50 ലക്ഷം വാട്സപ്പ് മെസ്സേജുകൾ പോയി കഴിഞ്ഞു, റൈറ്റ്. അതേപോലെ തന്നെ ഒരു മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 1.7 ലക്ഷം ഇൻസ്റ്റാഗ്രാം അപ്ലോഡ്സ് നടക്കുന്നുണ്ട് ലോകത്ത്. ഓക്കെ, ഏതാണ്ട് 18 കോടി ഇമെയിലുകളാണ് ഒരു മിനിറ്റിൽ സഞ്ചരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മിനിറ്റ് എടുത്തിട്ട് നമ്മളൊന്ന് കറങ്ങി ഒരു 360 ഡിഗ്രി തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏതാണ്ട് ഒരു 25 ക്വാണ്ടാ ബൈറ്റ് ഓഫ് ഡേറ്റ ഇതുവഴിയെ നമ്മുടെ സിസ്റ്റത്തിലൂടെ പോകുന്നുണ്ട്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് പറയുന്നത്, ഇന്നത്തെ ജനറേഷൻ, അതായത് നമ്മുടെ തലമുറയ്ക്ക് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ടെക്നോളജിയെ അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒരു യാത്ര ഇനി സാധ്യമല്ല. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ടെക്നോളജി നമ്മുടെ ഒരു കൂടപ്പിറപ്പാണ്. ഞാനൊരിക്കൽ ഇതുപോലൊരു മീറ്റിങ്ങിൽ പോയപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു സാറ്, അദ്ദേഹം വിചാരിച്ച ഭയങ്കര ടെക്നോളജി കിടുവാണെന്ന് വിചാരിച്ച് പറഞ്ഞു, മിസ്റ്റർ സന്തോഷ്, എനിക്ക് ഈ ടെക്നോളജി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാറിൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് ക്യാരി ചെയ്യുന്ന ഒരു iPhone 5 ആണ്, അന്ന് ഒരു 2 വർഷം മുമ്പ്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, വേറൊരു സ്റ്റാറ്റിസ്റ്റിക്സിൽ പറഞ്ഞാണ് iPhone 3 when it was released, third generation iPhone റിലീസ് ചെയ്തപ്പം വന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് 1969 നാസ ലാബിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഫീച്ചറുകൾ, അതായത് ഗൈറോസ്കോപ്പ്, ആക്സിലറോമീറ്റർ, അതുപോലുള്ള പ്രധാനപ്പെട്ട എക്യുപ്മെൻറ്റുകളെല്ലാം iPhone 3 1969 ഉദാഹരണം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അന്നാണ് നാസ ആദ്യമായിട്ട് മൂൺ മിഷൻ നടത്തിയത്. അതായത് ആളിനെ ചന്ദ്രനിലോട്ട് അയക്കുന്ന അതിശക്തമായ സാങ്കേതിക വിദ്യ പ്രാവീണ്യമുള്ള സയൻറ്റിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന നാസയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് നമ്മുടെ ആളുകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ എക്യുപ്മെൻറ്റിൻ്റെ ആ കോംപ്ലക്സിറ്റി എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പുതിയ തലമുറയിലുള്ള ടെക്നോളജി എന്ന് പറയുന്നത് യൂസർ എക്സ്പീരിയൻസ്, അതിനെക്കുറിച്ച് മിക്കവാറും അരുൺ കുറച്ചുകൂടെ സംസാരിക്കുന്നുണ്ട്. അതായത് നമ്മളെപ്പോലുള്ള യൂസറിന് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെക്നോളജിയുടെ ആ ഒരു കോംപ്ലക്സിറ്റി കണ്ട് പേടിക്കുകയോ അതിൻ്റെ പേരിൽ നമ്മൾ അത് ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യേണ്ടാത്ത ഒരു സൊസൈറ്റിയിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അത് വളരെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇൻഹിബിഷൻസോ പേടികളോ ഒന്നുമില്ല. എന്ത് കിട്ടിയാലും, ഏത് ആപ്പ് കിട്ടിയാലും ആദ്യം ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കും. വൈറസ് വന്ന് സ്മാർട്ട് ഫോൺ അടിച്ചു പോയാലും കുഴപ്പമില്ല, എന്നിട്ട് അതിൻ്റെ അകത്തുള്ള എല്ലാ ഇതും ടിക്കും ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മുടെ ഡേറ്റ നാട്ടിലുള്ള എല്ലാവർക്കും കിട്ടും. എന്നിട്ട് നമ്മൾ പ്രൈവസിയെ കുറിച്ച് പറയുകയും ചെയ്യും, അത് വേറെ കാര്യം. ബട്ട് സ്റ്റിൽ വാട്ട് ഐ എം സേയിങ് ഈസ്, അങ്ങനെ ഒരു ഇൻഹിബിഷൻസ് ഇല്ലാത്ത ഒരു ജനറേഷൻ കൂടി ആകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു തലമുറയ്ക്ക് ടെക്നോളജി വളരെ അനിവാര്യമാണ്. ആ ടെക്നോളജി എനേബിൾഡ് ആയിട്ടുള്ള ഒട്ടനവധി എക്സാമ്പിൾസ് ഇവർ പറയും. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ടോപ്പിക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ വെൽക്കം ടു ദ സെഷൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് മീ, നമ്മുടെ തന്നെ സ്വന്തം ബ്രോ, റൈറ്റ്, കോഴിക്കോടിൻ്റെ മുത്തായ കളക്ടർ ബ്രോയോടാണ് ചോദ്യം. താങ്കൾ നമുക്ക് കണ്ടതിൽ വെച്ച് വളരെ വ്യത്യസ്തനായ ഒരു ബ്യൂറോക്രാറ്റ് എന്ന് തോന്നിയത്, താങ്കൾ ഈ കൊളാബറേറ്റീവ് പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്ക് വളരെയധികം ശക്തമായിട്ട് സാമൂഹ്യ പ്രവർത്തനത്തിനും സാമൂഹ്യ അഡ്മിനിസ്ട്രേഷനും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ദ ക്വസ്റ്റ്യൻ ടു സ്റ്റാർട്ട് വിത്ത് ഈ സസ്റ്റൈനബിൾ സ്മാർട്ട് സൊസൈറ്റി എന്ന് പറയുന്നത് സങ്കല്പമാണോ യഥാർത്ഥമാണോ? അങ്ങനെയാണെങ്കിൽ താങ്കളുടെ എക്സ്പീരിയൻസ് വെച്ച് അതിൻ്റെ നൂലാമാലകളും അതിൻ്റെ ഭാവിയിലേട്ടുള്ള എന്തെങ്കിലും പ്രവണതകളെ കുറിച്ച് താങ്കൾക്കൊന്ന് പറയാം. താങ്ക് യു. സസ്റ്റൈനബിൾ ആയിട്ടുള്ള എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ക്യാച്ച് വേർഡ്. ഇപ്പോൾ എല്ലാ സാധനത്തിൻ്റെയും കൂടെ നമുക്ക് സസ്റ്റൈനബിൾ എന്ന് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സസ്റ്റൈനബിൾ ഇക്കോണമി, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, സസ്റ്റൈനബിൾ ടെക്നോളജി, എന്ത് വന്നാലും സസ്റ്റൈനബിൾ ആയിരിക്കണം. ഇപ്പോൾ ഈ
ബേസിക്കലി സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറ്റ്സ് എ ഹോളിസ്റ്റിക് കോൺസെപ്റ്റ്. നമ്മൾ ടെക്നോളജി മാത്രമോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമായിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് ചിന്തിക്കാൻ സാധിക്കില്ല. ഇറ്റ്സ് എ ഹോളിസ്റ്റിക് തിങ്. ദാറ്റ്സ് എ അപ്രോച്ച്. ഇറ്റ്സ് ആക്ച്വലി എ ഫിലോസഫി. അപ്പോൾ ഈ ടെക്നോളജി മാത്രമായിട്ട് ഒരിക്കലും സസ്റ്റൈനബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഒരു തരത്തിലും നന്മ ഉണ്ടാക്കാനോ ഒന്നും പോകുന്നില്ല. there's something else that has to go with it. അതെന്താന്നുള്ളതാണ് വ്യക്തതയോടെ നമുക്ക് വേണ്ടത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നിപ്പോൾ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് സൊസൈറ്റിയെക്കുറിച്ചാണ്, ഒരു ലാർജർ കോണ്ടെക്സ്റ്റിലുള്ള അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഗവേണൻസിനെ കുറിച്ചും ഒക്കെ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചില മോറൽ എത്തിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ അതിനകത്ത് ഉണ്ട്. സ്ലൈറ്റ്ലി നോർമേറ്റീവായിട്ടുള്ള ചില സാധനങ്ങൾ കൂടെ അതിൻ്റെ ഒപ്പം കാണേണ്ടി വരും. അല്ലാതെ വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാനും ഉള്ള ഒരു അല്ലെങ്കിൽ വളരെ എന്താ പറയുക എഫിഷ്യൻ്റായിട്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിയാൽ മാത്രം പോരാ, അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങളും കൂടെ വേണം. ഇപ്പം ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരും വായിച്ചു കാണും, വളരെ വലിയ വലിയ റിസർച്ചുകൾ നടന്നിട്ടുണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും. എങ്ങനെ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് എങ്ങനെ ഒരാളെ കൊല്ലാം, എത്ര സമയത്തിനുള്ളിൽ ഒരു ഗ്യാസ് പോയ്സണസ് ഗ്യാസ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര മിനിറ്റിനുള്ളിൽ മരിക്കും, അല്ലെങ്കിൽ ഏത് രീതിയിൽ വെടിവെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കൊല്ലാം. ഇതൊക്കെ റിസർച്ച്, ഇതും സയൻസാണ്, ഇതും ടെക്നോളജിയാണ്. ബട്ട് ദർ ഇസ് നോ നോർമാറ്റീവ് ആസ്പെക്ട്. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ സൊസൈറ്റിയുടെ ഒരു സസ്റ്റൈനബിലിറ്റി പക്ഷേ അതിലല്ല, നന്മയിലാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടരാണ് നമ്മളൊക്കെ എങ്കിൽ ആ ഒരു നോർമാറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് മറന്നിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സസ്റ്റൈനബിൾ. അപ്പം അതിൻ്റെ കോർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാന ഫലകം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി കമ്പാഷൻ, ഒരു ബ്രദർഹുഡ്, ആൾക്കാർ പരസ്പരം തിരിച്ചറിഞ്ഞ് അവരുടെ മനസ്സിലാക്കുന്ന എംപതൈസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി. ഇതില്ലാതാക്കുന്ന രീതിയിലുള്ള ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് നല്ലതല്ല. അപ്പോൾ യു ഹാവ് ടു ഹാവ് എ ക്ലാരിറ്റി ഹൗ യു ആർ ഗോയിങ് ടു യൂസ് ടെക്നോളജി. ടെക്നോളജി ഫോർ ദ സേക്ക് ഓഫ് ടെക്നോളജി ആയിപ്പോയാലും പ്രശ്നമാണ്. ഇപ്പോൾ നല്ലൊരു ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും ഇൻലൻഡ് ലെറ്റർ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ്. ഇൻലൻഡ് ലെറ്റർ, കത്തെഴുതാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ഇന്നുമുള്ള ഇൻലൻഡ് ലെറ്റർ ഉണ്ട്, ഒരു നീല കളറിലുള്ള. പണ്ടത്തെ ഇൻലൻഡ് ലെറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ഒരു 5-10 വർഷം മുമ്പുള്ള ഒരു ഇൻലൻഡ് ലെറ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതിൻ്റെ ഇടയിലൂടെ വേണമെങ്കിൽ ഇങ്ങനെ തുറന്ന് അതിൻ്റെ ഇടയിലൂടെ കൈയിട്ട് പതുക്കെ എടുത്ത് നോക്കിയാൽ അത്യാവശ്യം വേണമെങ്കിൽ വായിക്കാനൊക്കെ പറ്റുമോ അത് എന്താ എഴുതിയിരിക്കുന്നതെന്ന്. തുറക്കാൻ വളരെ എളുപ്പമാണ്, കൈ ഇങ്ങനെ ഇട്ട് തട്ടിക്കഴിഞ്ഞാൽ അത് തുറക്കുകയും ചെയ്യും. ഇന്നത്തെ ഇൻലൻഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ 4 വശവും ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ സെക്യൂറാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കത്തുകൾ പോസ്റ്റ്മാൻ വായിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതിവിദഗ്ധമായി ഇത് ചെയ്തിട്ട് ഇരിക്കുന്ന ഈ ഡിസൈൻ മാറ്റിയിരിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ആക്ച്വലി ഇതല്ല. ഇത് എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ ഈ കത്ത് സോർട്ട് ചെയ്യുന്നത് മാനുവലായിട്ട് ചെയ്യുന്നതിന് പകരം മെഷീൻ കൊണ്ടുവന്നപ്പം മെഷീൻ്റെ സൗകര്യത്തിനാണ് 4 വശവും ഒട്ടിച്ചത്. ഈ 2 വശം ഒട്ടാതെ ഇരിക്കുമ്പോൾ മെഷീനിൽ അത് കുടുങ്ങിപ്പോകും. അപ്പോൾ ആ സൗകര്യത്തിന് വേണ്ടി ഈ വശം കൂടെ ഒട്ടുന്ന രീതിയിൽ ഡിസൈൻ മാറ്റി ചെയ്തു. അതുകൊണ്ട് എന്താ ഇപ്പോൾ ഗുണം? ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഇൻലൻഡ് ലെറ്ററും തുറക്കുമ്പോൾ 4 കഷ്ണമായിട്ട് കിട്ടും. കാരണം അത് അങ്ങനെയാണ് കീറി കിട്ടും, 4 കഷ്ണമായി കിട്ടും. എന്നിട്ട് നമ്മൾ പസിലൊക്കെ ചേർത്ത് വയ്ക്കുന്ന പോലെ ചേർത്ത് വെച്ചിട്ട് വായിക്കും. അതുകൊണ്ട് ഗുണമുണ്ട്. പോസ്റ്റ്മാൻ അല്ല നമുക്ക് പോലും ഇപ്പോൾ വായിച്ചാൽ മനസ്സിലാവില്ല എന്താ അതിനകത്ത് എഴുതിയിരിക്കുന്നതെന്നും. നമ്മളിപ്പോൾ അധികം ഇൻലൻഡ് ലെറ്റർ ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഈ പറയുമ്പോൾ ചിലപ്പോൾ പലർക്കും മനസ്സിലാവില്ല, ഇപ്പോൾ ഇമെയിലിൻ്റെ കാലമായതുകൊണ്ട്. ബട്ട് പോയിന്റ് ഈസ് ടെക്നോളജി ഫോർ ദ സേക്ക് ഓഫ് ടെക്നോളജി ആകുമ്പോൾ ഇതുപോലത്തെ പല അബദ്ധങ്ങളും സംഭവിക്കും. അതുപോലെ ഡീഹ്യൂമനൈസ് ചെയ്യുന്ന ടെക്നോളജിയും. ഇപ്പം സ്മാർട്ട് ഫോൺ അഡിക്ഷൻ, ഇതിനെപ്പറ്റിയൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്. നമ്മുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുന്ന ഇൻഫർമേഷൻ്റെ പുറത്ത് നമുക്ക് കൺട്രോൾ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ ഇൻഫർമേഷൻ നല്ലതാണ്, നമുക്ക് നോളജ് വേണം, ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നതൊക്കെ വേണം. ടെക്നോളജി അത് കൂടുതൽ കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്നു. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഇപ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 വർഷം വെച്ചൊക്കെയാണ് ജനറേഷൻ ഗ്യാപ്പ്. 5 ഇല്ല, ആക്ച്വലി 2-3 വർഷം തൊട്ട് തന്നെ ജനറേഷൻ ഗ്യാപ്പ് വന്നു തുടങ്ങുകയാണ്. ഒരു 3 വർഷം ജൂനിയർ ആയിട്ടുള്ള ഒരാൾ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ദ വേ ഹി തിങ്സ്, ദ വേ ഹി ഓർ ഷീ കണ്ടംപ്ലേറ്റ്സ് തിങ്സ് നമുക്കൊരിക്കലും മനസ്സിലാവില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ടെക്നോളജി നിങ്ങളുടെ ഭയങ്കര എനേബിളറായിട്ട് വരികയാണ്, നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ എടുക്കാൻ പറ്റുകയാണ്, എല്ലാം സത്യമാണ്. ചെറിയ കുട്ടികൾ പോലും വളരെ ഫാസ്റ്റായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മൊബൈൽ ഫോണൊക്കെ കൊടുത്ത് അവർ പെട്ടെന്ന് അതിനകത്ത് സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഒക്കെ കാണാം. പ്രായമായവർക്കത് വേണ്ട രീതിയിൽ ചെയ്യാൻ സാധിക്കണമെന്നില്ല. പക്ഷേ ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഡീഹ്യൂമനൈസേഷൻ എന്ന് പറഞ്ഞൊരു സാധനം കയറി വരികയാണ്. ഹ്യൂമൻ എലമെൻറ്റ് നഷ്ടപ്പെടുകയാണ്. ഞാൻ ഒരു കാര്യമായിട്ട് പറയില്ല, പക്ഷേ എനിക്കറിയാവുന്ന എത്രയോ സുഹൃത്തുക്കളുണ്ട്. ഞാനും അതെ, വീട്ടിൽ ഇപ്പോൾ ടെലിവിഷൻ ഇല്ലാതായിട്ട് 10 വർഷമായി.
ടോട്ടലി ടി വി എടുത്ത് മാറ്റിയിട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമല്ല. ഇറ്റ് ഈസ് എ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ, നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ഒരു സാധനമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ യു ഡോണ്ട് ഹാവ് ചോയ്സ് ഓർ കൺട്രോൾ ഓവർ വാട്ട് ഇൻഫർമേഷൻ ഇസ് ലോഡഡ് ഓൺ ടു യു. അപ്പോൾ ഈ യുഗത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ടു മേക്ക് ഇറ്റ് സസ്റ്റൈനബിൾ യു ഷുഡ് നോ ഹൗ ടു പ്രയോറിറ്റൈസ് ഏത് ഇൻഫർമേഷൻ ഏത് രീതിയിൽ നമ്മുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുന്നു എന്ന്, ഏത് ടെക്നോളജി മുഖാന്തരം എന്ന് പറഞ്ഞാൽ യു നീഡ് ടു നോ. അതിൻ്റെ പുറത്ത് കൺട്രോൾ വേണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു കുത്തൊഴുക്കിലങ്ങ് ഒഴുകിപ്പോവുകയും ഗവേണൻസ് അല്ല ജനറൽ സൊസൈറ്റിയുടെ ഒരു വെൽബീയിങ് പോലും റിസ്കിലാവുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വെയർ ഐ വുഡ് ലൈക്ക് ടു പ്ലേസ് ദ ഡിസ്കഷൻ ഫ്രം മൈ എൻഡ്. കാരണം ഒരു ഹ്യൂമൻ എലമെൻറ്റും കമ്പാഷനും ബേസിക് ഹ്യൂമൻ ആസ്പെക്ട്സ് ഇല്ലാത്ത ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി സസ്റ്റൈനബിൾ എന്നുള്ളതാണ്. ഫാന്റാസ്റ്റിക് സർ. അത് എനിക്ക് തോന്നുന്ന ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ട്രാൻസാക്ഷണൽ ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന ഒരു തലമാണ് വാല്യൂ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഐ തിങ്ക് യു ടച്ച് ദി വെരി കോഡ് ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ്. ബിക്കോസ് എത്ര പേര് ഫേസ്ബുക്ക്, പ്രാന്തൻ ചോദ്യമാണ്, ഫേസ്ബുക്ക് ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഓക്കെ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഫ്രണ്ട് ചെയ്യുമ്പം പ്ലീസ് ഡോണ്ട് ഓൺലി ഫ്രണ്ട് പീപ്പിൾ ഹൂം യു നോ, ബിക്കോസ് ദർ ഇസ് എ ഫിനോമിനൻ കോൾഡ് എക്കോ ചേംബർ എഫക്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തകൾ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ ഫേസ്ബുക്ക് വഴി അങ്ങനെയുള്ള ഒരു സർക്കിളിൽ കയറിയേ വരുള്ളൂ. ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പല വ്യത്യസ്തരായിട്ടുള്ള അഭിപ്രായ പ്രകടനം ഉള്ളവർ, ഇടത് വലത് മധ്യം മോള് താഴെ ഏത് ലെവലിലുള്ളവരെയും ഒന്ന് നിങ്ങളുടെ എക്കോസിസ്റ്റത്തിൽ കയറ്റിയാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡൈവേഴ്സിറ്റി ഓഫ് തോട്ട്സ് എങ്കിലും വരുന്നുണ്ടാവും. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ ഫേസ്ബുക്ക് ഈവൻ ദോ ഇറ്റ് ഈസ് ഇന്ററാക്റ്റീവ്, നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആ എക്കോ ചേംബർ ക്രിയേഷൻ വരെ വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ റിസൾട്ട്സ് പറയുന്നത്. ആക്ച്വലി ആൽഗോറിതം മാറും. നമ്മളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണോ അവരുടെ ഫീഡ് മാത്രം, അവരുടെ പോലും എല്ലാ ഫീഡും നമുക്ക് വരുന്നില്ല. ഫേസ്ബുക്ക് അതും റെസ്ട്രിക്ട് ചെയ്തിരിക്കുക. അപ്പം യു ലിവ് ഇൻ എ മേക്ക് ബിലീവ് വേൾഡ്. നിങ്ങൾ ചുറ്റുമുള്ള എല്ലാം കാണുന്നില്ല, എല്ലാം അറിയുന്നില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് ചെറുതായിട്ട് ചൊറിച്ചിൽ തോന്നുന്ന ഒരാളെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയും കൂടെ ചെയ്യും. അപ്പോൾ ദാറ്റ് എഗെയിൻ ആ ആൽഗോറിതത്തിനെയാണ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ അവസാനം എന്ത് പറ്റും, നിങ്ങളൊരു പെർട്ടിക്കുലർ ഐഡിയോളജിയിലോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഫ്രണ്ട് സർക്കിളിലോ എന്തെങ്കിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കൂടുതൽ അത് റീഇൻഫോഴ്സ്ഡ് ആവുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ മാത്രം കിട്ടും. നിങ്ങളൊരു തീവ്രമായ നിലപാടിലേക്ക് പൊക്കൊണ്ടേയിരിക്കും. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമാണ്. താങ്ക് യു. സോ ശ്രീ ഹരികിഷോർ, വെരി ഇൻട്രസ്റ്റിംഗ്ലി കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ തന്നെ നമ്മൾ കുറച്ചൊക്കെ ഐ തിങ്ക് ഓൾറെഡി സ്മാർട്ടാണ്. ടെക്നോളജി ഇല്ലാതെ തന്നെ നമ്മൾ വളരെയധികം നമ്മുടെ HDI നോക്കിയാലും നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം, നമ്മുടെ ഹെൽത്ത് കെയർ, ഇങ്ങനെയുള്ള സെക്ടറിലൊക്കെ നോക്കിയാൽ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് നോക്കിയാലും നമ്മൾ കുറേയധികം കാര്യത്തിൽ നമ്മൾ സസ്റ്റൈനബിൾ ആണ്. അപ്പോൾ താങ്കൾ അതുപോലത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ ഒരു ഈ കോണ്ടെക്സ്റ്റിൽ ടെക്നോളജി കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറുകളുടെ കാര്യത്തിൽ, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ടെക്നോളജി ഈസ് ഓൾസോ ബിക്കം ആൻ ഇൻഫ്രാസ്ട്രക്ചർ, റൈറ്റ്? അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പിൽ വാട്ട് യു സീ ആസ് ദി ഫ്യൂച്ചർ ഫോർ കേരള ആൻഡ് വാട്ട് യു തിങ്ക് ആർ ദ സ്റ്റേജസ് ദാറ്റ് കേരള ഈസ് ഗോയിങ് ത്രൂ റൈറ്റ് നൗ ഇൻ മെയിൻറ്റെയിനിങ് ഇറ്റ്സ് ലീഡ് ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് ഇറ്റ് സസ്റ്റെയിൻസ് ഇൻ ദ ഫ്യൂച്ചർ? ടെക്നോളജിയിൽ ഞാനിപ്പോൾ നമ്മുടെ മോഡറേറ്ററിൻ്റെ സംസാരം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വന്നത് എൻ്റെ മൊബൈലിൽ ഒരു ദിവസം എത്ര മണിക്കൂർ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മൊബൈലിൽ അത് ഉണ്ടാവും അല്ലേ? ഇല്ല. ഈ ആപ്പിളിൻ്റെ മൊബൈലിൽ ഇപ്പോൾ പുതുതായിട്ടൊരു മാസം മുമ്പ് ഒരു ആപ്പ് വന്നിട്ടുണ്ട്, ഒരു ദിവസം യുവർ മൊബൈൽ യൂസേജ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ മൊബൈൽ ഒരു ദിവസം 8 മണിക്കൂർ 8.5 മണിക്കൂർ മൊബൈലിലാണ്. എന്നിട്ട് അതിലവർ എഴുതി വെച്ചിട്ടുണ്ട് പ്രൊഡക്ടിവിറ്റി ഇത്ര, സോഷ്യൽ മീഡിയ ഇത്ര, പിന്നെ വാട്സപ്പ് ഇത്ര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ ദിവസവും രാവിലെ തീരുമാനിക്കും ഇതൊന്ന് മാറ്റിയിട്ട് 1 മണിക്കൂർ ആക്കണം. പറ്റുന്നില്ല. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ 3 മണിക്കൂർ കവർ ചെയ്തു. സോ അപ്പോൾ അത് പ്രശാന്ത് പറഞ്ഞ പോലെ നമ്മുടെ ടെക്നോളജി സോഷ്യൽ ആൾക്കാരുമായിട്ടുള്ളൊരു കമ്പാഷൻ കുറയും, അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് വരുന്നൊക്കെ പറഞ്ഞാലും, പക്ഷേ ഐ ആം ഇൻട്രാക്ടിങ് ടു അനദർ സൊസൈറ്റി. എൻ്റെ മുമ്പിൽ ഫിസിക്കലി ഉള്ള ആൾ ഇവിടെ അടുത്തുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഇതിനുള്ളിലുള്ള ആളാണ്, ഇതിനുള്ളിലുള്ള. അപ്പോൾ അതുകൊണ്ട് ടെക്നോളജി ആക്ച്വലി നമ്മൾ ഈ മൊബൈലിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ സംസാരിച്ചാലും, ഞാനിപ്പോൾ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അപ്പോൾ കുടുംബശ്രീയിലുള്ള ചില സ്ത്രീകളോട് എന്താണ് സ്ത്രീ ശാക്തീകരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കലക്റ്റീവായിട്ട് ശക്തി ഉണ്ടെന്ന് തോന്നാനുള്ളൊരു ഫീലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആണ്.
കുടുംബശ്രീയുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ഒരു അയൽക്കൂട്ടം എന്ന് പറഞ്ഞ് 10 സ്ത്രീകൾ ഒരുമിച്ച് എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ 20 സ്ത്രീകൾ ഒരു മീറ്റിംഗ് കൂടുമ്പോൾ അങ്ങനെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഉള്ള മീറ്റിംഗ് എൻ്റെ കലക്റ്റീവായിട്ട് എനിക്കൊരു സൊസൈറ്റി ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഈ ടെക്നോളജിയിലൂടെ വരുന്നുണ്ട്. പിന്നെ സൊസൈറ്റിയിൽ ടെക്നോളജീൻ്റെ മറ്റൊരു ഗുണം, ഇപ്പോൾ ഒരു 5-6 മാസം മുമ്പ് ഞാനൊരു ട്രെയിനിങ്ങിന് വേണ്ടി സൗത്ത് കൊറിയയിൽ പോയി. അപ്പോൾ സൗത്ത് കൊറിയയിൽ പോയപ്പോൾ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ അനുഭവം, ഞങ്ങൾക്ക് ഇംഗ്ലീഷേ അറിയുള്ളൂ, അവിടെയുള്ള ആൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ അവിടെയുള്ള ട്രെയിനിൽ കയറിയിട്ട്, മെട്രോയിൽ കയറിയിട്ട് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എങ്ങനെ പോകണമെന്ന് മാപ്പൊക്കെ കൊണ്ട് കാണിച്ചപ്പോൾ അവരിൽ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ അവരുടനെ അവരുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് എന്തൊക്കെയോ ഡൗൺലോഡ് ചെയ്തിട്ട് എൻ്റെ വായിൽ ഇങ്ങനെ പിടിച്ചിട്ട് തന്നു, ഇവിടെ പ്ലീസ് സ്പീക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു, അത് കൊറിയയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒരു സെക്കൻഡ് കൊണ്ട് അവർ കൊറിയനിൽ സംസാരിച്ചു, അത് തിരിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു, ഇന്ന സ്റ്റേഷനിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ സൊസൈറ്റിയെ കണക്ട് ചെയ്യാൻ നമ്മളുടെ കൂടെ ആൾക്കാരുണ്ടെന്നുള്ള ഫീലിങ്ങിന് ടെക്നോളജി ഉപകരിക്കും. പല പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ടെക്നോളജി ഉപകരിക്കും. എനിക്കതിലൊരു കുടുംബശ്രീയുടെ ഒരു ആസ്പെക്റ്റോ അല്ലെങ്കിൽ കേരള സൊസൈറ്റിയുടെ ഒരു ആസ്പെക്റ്റിലോ പറയാനുള്ളത്, ടെക്നോളജി കമ്മ്യൂണിക്കേഷന് വളരെ വലിയൊരു ടൂളാണ്. അതിന് ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെയുള്ള അപകടങ്ങളുണ്ട്. കാരണം നമ്മൾ സെലക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലെങ്കിൽ ഒരു മാസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യണമെങ്കിൽ ഇന്ന് കത്ത് വേണ്ട, വാട്സപ്പിൽ അയച്ചാൽ ഇൻ കേസ് അത് വൈറലാക്കാനുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ടായിട്ട് മാറിക്കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വെരി വെൽ. ഗവൺമെൻറ്റിൻ്റെ ലെവലിലും പോളിസി മേക്കേഴ്സിൻ്റെ ലെവലിലൊക്കെ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് താഴേക്ക് വരുന്നതുകൊണ്ട് പല കാര്യങ്ങളും നടപ്പിലാകാൻ പറ്റാതെ വരുന്നുണ്ട്. സോ ടെക്നോളജി തീർച്ചയായും സമൂഹത്തിന് ആവശ്യവുമാണ്, സമൂഹത്തിൻ്റെ സസ്റ്റൈനബിൾ ഗ്രോത്തിന് ആവശ്യവുമാണ്. അത് അതിൻ്റേതായ രീതിയിലുള്ളൊരു ഗ്രോത്ത് നമ്മൾ ഉപയോഗിക്കുന്ന തലത്തിൽ നമ്മൾക്കുണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ അവിടെ മുകളിലിരുന്ന് സംസാരിച്ചപ്പോൾ, ഇപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ, എനിക്കിപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുക്കാൻ പറ്റുമോ? ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് എടുക്കണം. ഞാനിവിടെ കേരളത്തിലിരിക്കുകയാണ്, അമേരിക്കയിൽ പോകാനുള്ള കാശില്ല, വിസ ഇല്ല, അല്ലെങ്കിൽ ഒന്നുമില്ല, പറ്റുമോ? വളരെ ഈസിയാണ്. ദർസ് ഓപ്പൺ ആക്സസ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ ഫ്രീ ആയിട്ട് പഠിക്കാം, സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ഒരു ഫീസ് $250 അടച്ചുകൊണ്ട് പഠിച്ചാൽ ലോകത്തിലുള്ള പല സബ്ജക്റ്റിനെ കുറിച്ചുള്ള കോഴ്സുകളും സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് നമുക്ക് ലഭിക്കും. വി വിൽ ഗെറ്റ് ദ നോളജ്. നമ്മൾ വളരെയധികം ലേണിംഗ് എബിലിറ്റി ഉള്ള ആളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല ജോലി കിട്ടും. അപ്പോൾ ടെക്നോളജി സൊസൈറ്റിയുടെ അഡ്വാൻസിന് നോളജ് കിട്ടാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ആസ്പെക്റ്റിലും ഐ വുഡ് സജസ്റ്റ് ടെക്നോളജി ഈസ് എ ഗ്രേറ്റ്. സസ്റ്റൈനബിൾ ആയിക്കോളും. സസ്റ്റൈനബിൾ അല്ല എന്നും സോഷ്യൽ ബന്ധങ്ങൾ കുറയുന്നൊക്കെ പറഞ്ഞാലും ഐ ഹാവ് മൈ സൊസൈറ്റി ഹിയർ, ഐ ഹാവ് എന്താ പറയുക, നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളൊരു വഴികളൊക്കെ ഉണ്ട്. ഐ തിങ്ക് ദാറ്റ് ഈസ് മൈ ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ. സൊസൈറ്റി വിൽ ബി സസ്റ്റൈനബിൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, താങ്ക് യു. അവർ രണ്ട് ലീഡിങ് ബ്യൂറോക്രാറ്റ്സ് പ്ലസ് വർക്കിംഗ് വെരി ക്ലോസ്ലി ഇൻ ദ സോഷ്യൽ സെഗ്മെന്റ്, അവർ രണ്ടുപേരും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ടെക്നോളജി എനേബിൾഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ വാല്യൂ സിസ്റ്റം ഇസ് സംതിങ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ മൂവിങ് ഓൺ ടു അരുൺ. അരുൺ CM IT ഫെലോ ആണ്. CM's ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. IT എനേബിൾ ആയിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് സമയം ഒത്തിരി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം എസ്പെഷ്യലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റീബിൽഡ് കേരള ആൻഡ് ഓൾ, ദർ ആർ ലോട്ട് ഓഫ് ഒത്തിരി ഇനിഷ്യേറ്റീവ്സ് നടക്കുന്നുണ്ട്. IT എനേബിൾ ചെയ്യാനും IT മുഖാന്തരം നമ്മൾക്ക് സ്മാർട്ട് സിറ്റീസ് ഉണ്ടാക്കാൻ, സ്മാർട്ട് വില്ലേജസ് ഉണ്ടാക്കാൻ, അങ്ങനെ കുറേയധികം പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഒരു 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 ഹൈലൈറ്റ് ഒന്ന് നമുക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റും? മെയിനായിട്ടും ഐ തിങ്ക് പ്രശാന്ത് പറഞ്ഞതുപോലെ ഈ സ്മാർട്ട് സൊസൈറ്റീസ് ആൻഡ് സ്മാർട്ട് വില്ലേജസ് എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് യൂസ്ഡ് ഒരു ടേമാണ് ഇപ്പം. പക്ഷേ എന്നാൽ അതിനെ പറ്റിയിട്ടൊരു എല്ലാവർക്കും ഒരു റോങ് കൺസെപ്ഷൻ, ഒരു മിസ്കൺസെപ്ഷനാണ് ഉള്ളതെന്ന് വേണമെങ്കിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഈ സ്മാർട്ട് സിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് വലിയ സംഭവമാണ് എന്നുള്ള ലെവലിലാണ് എല്ലാവരുടെയും ചിന്ത വരുന്നത് തന്നെ. ഇറ്റ്സ് ഓൾറെഡി വിച്ച് ഇസ് ഹാപ്പനിങ് നൗ. ഇപ്പം നിങ്ങളിപ്പം നോക്കി കഴിഞ്ഞാൽ ഊബർ ഇസ് നൗ ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്. ഇപ്പം ഈ ഊബറിഫിക്കേഷൻ വന്നപ്പം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് ഒരു മിഡിൽ ക്ലാസ്സിൽ, അതിനേക്കാട്ടിലും ലോവർ ക്ലാസ്സിലാണ് ആദ്യം അഫക്റ്റ് ചെയ്തത്. കാരണം ഒന്ന് അവരുടെ അഫക്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്തത് ഇൻ ടേംസ് ഓഫ് നേരത്തെ ടാക്സി സ്റ്റാൻഡിൽ പോയി അവിടെ വെയിറ്റ് ചെയ്തിരുന്ന് ഒരു ഓട്ടം കിട്ടിക്കൊണ്ടിരുന്ന ആ സെഗ്മെൻറ്റിൽ നിന്ന് മാറ്റി അവർക്കിപ്പം എവിടെ നിന്നാലും അവർ ഓട്ടം കിട്ടും. അവരുടെ റിസോഴ്സസ് ഒപ്റ്റിമൈസ് ചെയ്ത് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് അവരുടെ ദ വേ ദേ വർക്ക്
രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിട്ടിയാലും കിടന്നാലാണ് ചിലപ്പോൾ ഒരു ഓട്ടം കിട്ടുക. ഇപ്പോൾ അങ്ങനത്തെ ഒന്നും മാറി. രാവിലെ അവർക്ക് എപ്പോൾ തോന്നുന്നോ, എപ്പോൾ ഫ്രീ, ഇപ്പോൾ 2 മണിക്കൂർ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പം സിസ്റ്റം ഓൺ ആക്കുക, വർക്ക് ചെയ്യുക, എപ്പോൾ തിരിച്ച് വീട്ടിൽ പോകണോ ഓഫ് ചെയ്യുക, തിരിച്ച് പോവാം. സോ അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വന്നത് ഒന്ന് നമുക്ക് വന്നിട്ടുണ്ട്. ആസ് എ കസ്റ്റമേഴ്സിന് ഭയങ്കരമായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലോവർ എൻഡ് ഓഫ് ദ പിരമിഡിൽ ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഒരു റീറ്റെയിൽ സെഗ്മെൻറ്റിൽ, ഈ കൊമേഴ്സ് വന്നപ്പോൾ റീറ്റെയിൽ സെഗ്മെൻറ്റിൽ അതുപോലെ ഒരു വേവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫുഡ് ഡെലിവറി വന്നേക്കുന്നു. സോ ഇങ്ങനെ വന്നപ്പം ഈ ഡിസ്റ്റർബൻസ് നമ്മൾ പോലും അറിയാതെ സിസ്റ്റം ഇസ് ബിക്കമിങ് സ്മാർട്ട്. നമ്മൾ പക്ഷേ ബട്ട് വിൽ തിങ്കിങ് അബൌട്ട് സ്മാർട്ട് സിറ്റി വേണോ വേണ്ടയോ, ബട്ട് ഇറ്റ്സ് ഓൾറെഡി ഹാപ്പനിങ്. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പനിങ്. ഈ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മുടെ റിസോഴ്സസും ക്ലിയർ ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക യൂസിങ് ടെക്നോളജി. അതായത് ഇപ്പം നമുക്ക് റോഡ് കൺജഷൻ ഉണ്ട്. ഒരു പുതിയ റോഡ് ബിൽഡ് ചെയ്യാൻ നമുക്കിപ്പോൾ ഇവിടെ കേരളത്തിലെ സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് അക്യൂർ ചെയ്യാൻ ഭയങ്കര ഇഷ്യൂ ആണ്. നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ സ്മാർട്ട് ആ റിസോഴ്സസ് സമയത്ത് ടെക്നോളജി യൂസ് ചെയ്തിട്ട്, ബെറ്റർ ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ യൂസേജ് ഒപ്റ്റിമൈസ് ചെയ്യുക. അതായത് പോകുന്നതിന് മുമ്പ് യു വിൽ ഗെറ്റ് ആൻ അലേർട്ട്, ഇന്ന ദിവസം മാവൂർ റോഡിൽ ട്രാഫിക് ഉണ്ട്, ഇത്ര സമയത്ത് മാവൂർ റോഡിൽ ട്രാഫിക് ഉണ്ട്, യു ടേക്ക് എ ഡീവിയേഷൻ. സോ ഇൻസ്റ്റെഡ് ഓഫ് അഗെയിൻ യൂസിങ് ദാറ്റ് ഫെസിലിറ്റി. ഇതാണ് ഈ ബേസിക് DNA ഓഫ് സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒപ്റ്റിമൈസേഷൻ ഓഫ് റിസോഴ്സസ് യൂസിങ് ടെക്നോളജി. അതാണ് ഒന്ന്. ഇൻ ടേംസ് ഓഫ് ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഗവൺമെൻറ് മനസ്സിലായിട്ട് ഗവൺമെൻറ്റിന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു ദിസ് കൈൻഡ് ഓഫ് സർവീസ് മോഡൽസ്. ഗവൺമെൻറ് ഷുഡ് ബി പ്രൊവൈഡിങ് വിത്ത് very good policies and the basic infrastructure. Rest, it should be leveraged to other people, like for all of us. Ividuthe orotharkum it should be leveraged to them, and these people, each one of you should leverage and try to use this infrastructure to you build on applications or your all thing. ഫോർ എക്സാമ്പിൾ ഇപ്പം അമേരിക്കയിൽ ഇപ്പോൾ ഒരു ഐഫോൺ ഇറങ്ങുന്ന ഓൾമോസ്റ്റ് ഒരു മാസം, ഒരു 1.5 മാസം ഡിഫറൻസ് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അത് എന്ത് ടെക്നോളജി ഇറങ്ങിയാലും. പണ്ട് ആയിരുന്നു ഇപ്പം സന്തോഷ് പറഞ്ഞ പോലെ നാസയിൽ യൂസ് ചെയ്തിരുന്ന ആ ടെക്നോളജി ഇവിടെ വരാൻ ഒരു 10 വർഷം 15 വർഷം എടുത്തു. ഇപ്പം ആ ഗ്യാപ്പ് കുറഞ്ഞ് ഒരു മാസമാണ്. ചിലപ്പം മോസ്റ്റ് ഓഫ് ദ പ്രോഡക്ട്സ് സെയിം ടൈമിലാണ്, ഗ്ലോബൽ ലോഞ്ചാണ്. ദാറ്റ് മീൻസ് അമേരിക്കയിലുള്ള ഒരു കുട്ടി, അതായത് ഒരു 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റിന് എക്സ്പോസ്ഡ് ആയിട്ട് സെയിം കൈൻഡ് ഓഫ് ടെക്നോളജിയും സെയിം കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റിയുമാണ് ഇൻ ടൈപ്സ് ഓഫ് ടെക്നോളജി ഇവിടുന്ന് പാസ് ഔട്ട് ആവുന്ന ഒരു സ്റ്റുഡൻറ്റിനോ ഉള്ളത്. സോ വി ഷുഡ് ലിവറേജ് ദാറ്റ്. അതിനുവേണ്ടി യൂസ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് നമുക്കിവിടെ ടെക്നോളജി ഇന്നോവേഷൻ സോൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 13th CM അതിൻ്റെ ഒരു മേജർ അനൗൺസ്മെൻറ്റ്, ഒരു മേജർ ഫെസിലിറ്റി ഇനാഗുറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഡെഡിക്കേറ്റഡ് ഫോർ ഇന്നോവേഷൻസ്. സോ ഇത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫെസിലിറ്റിയാണ്. ആൻഡ് ദ എൻറ്റയർ കോംപ്ലക്സ് 2 വർഷം കൊണ്ട് ആ ഒരു എൻറ്റയർ പാർക്ക് ഡെവലപ്പ് ചെയ്യും. ദ എൻറ്റയർ പാർക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ ടോട്ടൽ 5 ലക്ഷം സ്ക്വയർ ഫീറ്റ് വിൽ ബി ഡെഡിക്കേറ്റഡ് ഫോർ ഇന്നോവേഷൻസ് അലോൺ, വിച്ച് ഈസ് ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്. കറൻ്റ്ലി ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ F എന്ന് പറഞ്ഞത് ഫ്രാൻസിലുള്ള ഒരു ഇന്നോവേഷൻ സെൻ്ററാണ്. അത് വെച്ച് നോക്കുമ്പം നമ്മൾ വി ഗോട്ട് ദ ലാർജസ്റ്റ് ഫെസിലിറ്റി. പക്ഷേ നമ്മുടെ പ്രശ്നമുണ്ട്, നമ്മൾ ആദ്യം നമ്മൾ ഉണ്ടാക്കും, അല്ലെ വൺ ഓഫ് ദ ബെസ്റ്റ് സാധനങ്ങളുണ്ടാകും, ഉണ്ടാക്കിയിട്ട് മിണ്ടാണ്ടിരിക്കും. സോ ഇത് ആക്ച്വലി ഇതിന് പ്രോപ്പറായിട്ട് പാക്കേജ് ചെയ്ത് ഒന്ന് മാർക്കറ്റ് ചെയ്യുന്നതിൽ വി റിയലി ലാക്കിങ്. ഒന്ന്. 2, എസ്പെഷ്യലി ഇവിടെ ഇരിക്കുന്ന കൂടുതൽ യങ്സ്റ്റേഴ്സാണ്. ഈച്ച് വൺ ഓഫ് യു ക്യാൻ ലിവറേജ് ദിസ്. നിങ്ങൾക്ക് ഒരു ക്രേസി സ്മോൾ ഐഡിയാസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് വാക്ക് ഇൻ ടു any of this facility. അവിടെ നിങ്ങൾക്ക് whatever the facility use required, from 3D printers to CNC machines to chip level making machines, ഇതെല്ലാം ഹൈ കോസ്റ്റ് ആയിട്ടുള്ള എന്ത് എക്യുപ്മെന്റ്സ് വേണമെങ്കിലും ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇഫ് യു വോണ്ട് എ സ്പെസിഫിക് ഡിവൈസ്, നിങ്ങൾക്ക് ഒരു ലാബ് ഫെസിലിറ്റി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്ത് നിങ്ങളത് പ്രോപ്പറായിട്ട് റിക്വയർമെന്റ് എഴുതി കൊടുത്താൽ മതി. ആൻഡ് ഗവൺമെന്റിന്റെ കോസ്റ്റ് ഗവൺമെന്റ് അത് മേടിച്ച് അവിടെ വെക്കും ആ ഫെസിലിറ്റീസ്. ഓൺലി തിങ് ഇസ് ദാറ്റ്, ആൻഡ് ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു US-ലും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം. US is almost like ഒരു സ്റ്റേബിൾ, എന്താ പറയുക, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് മോഡൽ എന്ന് വേണേൽ പറയാം. ഇവിടെ വി ആർ എക്സ്പോസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ഡേ ബൈ ഡേ ഇറ്റ്സ് എ പ്രോബ്ലം ഫോർ us. India is gifted with that. So that is where the innovation happens. പ്രോബ്ലം ഇല്ലെങ്കിൽ നമ്മൾ ഇന്നോവേറ്റ് ചെയ്യേണ്ട, ചുമ്മാ ഇരുന്ന് ഇന്നോവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ യു ടേക്ക് ഇറ്റ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി. ഗവൺമെന്റ് ഹാവ് ഓൾ ദിസ് ഫെസിലിറ്റീസ് in terms of innovation zones, startup missions, to the skilling zones, and whatever is required. And now you have a facility you can suggest to government, what all the things you require. And the IT department, so under the leadership of our IT secretary, Shivashankar sir, and the vision of our honorable CM. So now the IT department is working like a startup. So every day is an unlearn and learning thing for each of us. So even certain things are new to us, and we will learn and we'll try to implement it. The only thing is that it has to be, in a much faster way. നേരത്തെ ഒരു ചേഞ്ച് ആൻഡ് ഇംപ്ലിമെന്റേഷൻ we used to get at least 6 months. ഇതൊന്നുമില്ല, ഒരാഴ്ച കൊണ്ട് ഒരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ഒരാഴ്ച കൊണ്ട് ഒരു കോൺസെപ്റ്റ് നോട്ട് ഉണ്ടാക്കി അതിന് ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്ന 1 മാസത്തിനുള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. So that is the way the government has changed.
So this is actually it's a great opportunity, and I think I've covered. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇച്ചിരി താമസിച്ചു തുടങ്ങിയാലും നേരത്തെ നിർത്തണമെന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദയവായിട്ട് ഞങ്ങളോട് ക്ഷമിക്കുക. കറണ്ട് ഇല്ലാതെ പോയത് ഞങ്ങൾ പ്ലഗ് ഊരിയിട്ടും അല്ല വന്നത്. ബട്ട് ബിഫോർ സ്റ്റോപ്പിംഗ് ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് 1 or 2 ക്വസ്റ്റ്യൻസ് എടുക്കുന്നത് കുഴപ്പമില്ല. ഒരു 1 or 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ദയവായിട്ട് മുന്നോട്ട് വരാം. ക്വസ്റ്റ്യൻസ് വരാത്തതിൻ്റെ 2 റീസണേ ഉള്ളൂ. ഒന്നുകിൽ എല്ലാം മനസ്സിലായി എല്ലാവർക്കും, അല്ലെങ്കിൽ ഉള്ളത് ഞാൻ പറയുന്നില്ല. ഓക്കെ, സോ ഐ തിങ്ക് we will wind up with one last note. I think I wanted to thank the honorable panelists first of all. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ടെക്നോളജി വളരെയധികം വളരെ പ്രാതിനിധ്യമുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷേ ടെക്നോളജി മാത്രം കൊണ്ട് ഒന്നും ആവില്ല. അതൊരു എംപ്റ്റി ബാസ്ക്കറ്റാണ്. അതിലെന്ത് നിറയ്ക്കുന്നോ, നല്ലത് നിറച്ചാൽ നല്ലത്, ചീത്ത നിറച്ചാൽ ചീത്തയാകുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതായിരുന്നു ഒരു മെസ്സേജ്. ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്ററിൻ്റെ റോളിലാണ് പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്ന ഏത് സാഹചര്യങ്ങൾക്കും ഗവൺമെൻറ്റിൻ്റെതായ ഫെസിലിറ്റേഷൻ ഉണ്ടാവും. പക്ഷേ അത് ഉപയോഗിച്ച് അതിനെ പ്രൊഡക്റ്റീവ് ആക്കേണ്ട ചുമതല നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ള ഒരു പോയിന്റ് വരികയുണ്ടായി. ഏറ്റവും അവസാനം ഒരു പോയിന്റോട് കൂടി ഞാൻ നിർത്തുകയാണ്. ടെക്നോളജി എന്ന് പറയുന്ന ഓൺലി ഫോർ ടെക്നോളജി അല്ല. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജി ഈസ് എൻ ഈക്വലൈസർ. ഞാനൊരു ടെക്നോളജി ഫാൻ ആയതുകൊണ്ടായിരിക്കാം ഞാൻ പറയുന്നത്. ടെക്നോളജി ഒരു വലിയ ലിബറേറ്ററാണ്. ഞാൻ പറയുന്ന ടെക്നോളജി ആയിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ആക്ടിവിസ്റ്റ് എന്ന് തോന്നുന്നു. കാരണം അത്ര നല്ലൊരു ഈക്വലൈസർ എന്ന നിലയ്ക്കാണ് ടെക്നോളജി കൊണ്ടുവരുന്നത്. കാരണം നമ്മളെപ്പോലുള്ള കുറേ ആളുകൾക്ക് എഴുതാൻ താല്പര്യമുള്ളവർ ഉണ്ടായിട്ടും ആ എഴുത്ത് വായിക്കാനോ അതിനെ ഒന്ന് ആസ്വദിക്കാനോ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനോ ഉള്ള അവസരം നമുക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അത് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളുടെ കലാകാരനെയും കലാകാരിയെയും അത് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലും നമുക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ അതിനെ വളരെ യുക്തിയോടുകൂടി ഉപയോഗിക്കുക. നിങ്ങൾ ഏത് മേഖലയിലാണേലും അതിന് നിങ്ങൾക്ക് ഈ സാങ്കേതിക വിദ്യ സഹായിക്കും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ കൊച്ചു കോഴിക്കോട് അല്ലെ കൊച്ചു കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ലോകോത്തരമായ രീതിയിലുള്ള സംഭാവനകൾ നൽകാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. നന്ദി, നമസ്കാരം. അടുത്തതായി പുരസ്കാര വിതരണം.